ഉണ്ട്. ചിലത് പൾപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഇരിക്കണം. നമ്മൾ തന്നെ ക്ലീൻ ചെയ്തിട്ട് പൾപ്പാക്കി എടുക്കണം. ഇങ്ങനെ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ചെയ്യണത്. ജാം എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഫ്രൂട്ടാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ആ 4 ഫ്രൂട്ടുകൾ നമുക്ക് ചെയ്യാം. 4 ഫ്രൂട്ട് വെച്ചിട്ട് ചെയ്യാം. ചക്ക മിനിമം ക്വാണ്ടിറ്റി ചേർക്കുള്ളൂ, കാരണം ആ ടെക്സ്ചർ നമുക്ക് കിട്ടും. പിന്നെ മാങ്ങ, പപ്പായ, ബനാന, പിന്നെ ഗ്രേപ്സ് എന്താണെന്ന് വെച്ചാൽ കളർ കിട്ടാൻ എന്താ ചേർക്കാം. മിക്സഡ് ഫ്രൂട്ട് കളർ കിട്ടും. അപ്പോൾ ഗ്രേപ്സ് ചേർക്കുന്നില്ല, ഗ്രേപ്സും ചേർക്കാം. ഏത് ഫ്രൂട്ടാണോ നിങ്ങൾ എടുക്കുന്നത് ആ ഫ്രൂട്ടിൻ്റെ നേർപകുതിയായിരിക്കണം അടുത്ത ഫ്രൂട്ടിൻ്റെ പഴുപ്പ്. അതിൻ്റെ നേർപകുതിയായിരിക്കണം അടുത്ത ഫ്രൂട്ടിൻ്റെ പഴുപ്പ്. അങ്ങനെ 4 ഫ്രൂട്ട് നമുക്ക് ആഡ് ചെയ്യും. പിന്നെ നമ്മളിവിടെ പൈനാപ്പിൾ ഉണ്ട്, മാംഗോ ഉണ്ട്, പിന്നെ ചക്ക ഇട്ടുണ്ട്, ബനാനയുണ്ട്. പൈനാപ്പിൾ ആയിരിക്കും കൂടുതലുണ്ടായിരിക്കും. പപ്പായ ഞാൻ നിങ്ങളെ 3 ഗ്രൂപ്പാക്കിയിട്ട് തിരിക്കും. അതിൽ ഒരു ഗ്രൂപ്പ് ജാം ചെയ്യുക, അതായത് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാനായിട്ട് നമുക്ക് സമയമില്ല. അപ്പോൾ ഓരോ ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഒരു ഗ്രൂപ്പ് ജാം ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് പിക്കിൾ ചെയ്യാം, ഒരു ഗ്രൂപ്പ് സ്പെഷ്യലായിട്ട് എളുപ്പമായിരിക്കും. ഓൾറെഡി പഴുപ്പാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജാമിലോ പിക്കിളിലോ ചെയ്യാം. ആദ്യം നമുക്ക് ജാം ചെയ്യാം. ജാമിന് എനിക്ക് പണിയില്ല, കാരണം പൈനാപ്പിളും ബനാനയൊക്കെ നമുക്ക് പഴുപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് പഴുപ്പ് ചെയ്യണം. ബാക്കിയൊക്കെ പഴുപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട് പഴുപ്പുകളെല്ലാം ഓരോന്നിൻ്റെ പകുതിയായിട്ട് 4 ഫ്രൂട്ട് നമ്മൾ എടുക്കും. ഇപ്പോൾ നമ്മൾ എടുക്കണേ ഫസ്റ്റ് എടുക്കുന്നത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ ഒരു 1.5 കിലോ പൈനാപ്പിൾ എടുക്കും. അപ്പോൾ അതിൻ്റെ നേർപകുതി, അതായത് 750 ഗ്രാം മാംഗോൻ്റെ പഴുപ്പ് എടുക്കും. പിന്നെ അതിൻ്റെ പകുതി പപ്പായ എടുക്കും. അതിൻ്റെ പകുതി ബനാനയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വെയിറ്റ് നോക്കാനായിട്ട് മെഷർ ചെയ്യാനായിട്ട് ഇവിടെ വെയിങ് മെഷീൻ ഉണ്ട്. അപ്പോൾ 3 ഗ്രൂപ്പായി തിരിയുമ്പോൾ ഓരോ ആൾക്കാരായിട്ട് ഓരോ ഫ്രൂട്ട്സ് എടുക്കുക, അതിൻ്റെ പൾപ്പ് ഉണ്ടാക്കുക, വെയിറ്റ് നോക്കുക, മെഷർ ചെയ്ത് നോക്കുക, മിക്സ് ചെയ്യുക, ജാം ഉണ്ടാക്കുക. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം എത്രയാണോ പൾപ്പുള്ളത് അതിന് 1:1.5 എന്നാണ് നമ്മുടെ ഷുഗർ ചേർക്കേണ്ട റേഷ്യോ. 1 കിലോ പൾപ്പാണെങ്കിൽ 1.5 കിലോ ഷുഗർ എന്നാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ നമ്മുടെ പൾപ്പ് എത്ര കിലോ ആണ്, അപ്പോൾ ഒരു 2 കിലോൻ്റെ അടുത്തൊക്കെ വീഴാണെന്നുണ്ടെങ്കിൽ 3 കിലോ ഷുഗർ ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 കിലോയിലേക്ക് 5 ഗ്രാം സിട്രിക് ആസിഡ് നമ്മൾ ചേർക്കുക. അങ്ങനെ അളവ് സിട്രിക് ആസിഡ് ചേർത്ത് നമ്മൾ അടുപ്പത്ത് വെച്ച് അതിനെ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുക. ഷീറ്റ് ടെസ്റ്റ്, അതായത് നന്നായി കുറുകി വരുമ്പോൾ നമ്മൾ ഒരു ബൗളിൽ ഈ വെള്ളം എടുത്തിട്ട് ജാമിനെ ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് പരക്കാത്ത രീതിയിൽ ഇഷ്ടപോലെ തന്നെ ഗോളാകൃതിയിൽ അത് വീഴുകയാണെങ്കിൽ ആ ടെക്സ്ചറിലേക്ക് അത് എത്തിയെന്നാണ് അതിൻ്റെ അർത്ഥം. പരന്ന് പോകുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കുറുക്കണം. നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ജാമിനെ. അത് കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിൽ ചെയ്യും. അതായത് ജാമിനെ ഉണ്ടാക്കി ആ ചൂടാറി തുടങ്ങുമ്പോൾ നമ്മൾ ബോട്ടിൽ ചെയ്യണം. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചക്കയൊക്കെ വീട്ടിൽ വരച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലെടുക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. ബോട്ടിലാക്കാനൊക്കെ ചെറു ചൂടിൽ ബോട്ടിൽ ചെയ്യുകയാണെങ്കിൽ ആ ബോട്ടിലിനെ നമുക്ക് നല്ല ഫിറ്റായി നമ്മളിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കടകളിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിലൊക്കെ കിട്ടുള്ളൂ. അതിപ്പോൾ പറഞ്ഞ് ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ നോക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ KMS പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ് പ്രിസർവേറ്റീവ് ചേർക്കുന്നുണ്ട്. രാവിലെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടാവില്ല. അത് 1 കിലോന് 1 to 1.5 ചേർക്കാം. 1 അപ്പോൾ ചേർത്താൽ മതി. FSSAIയുടെ നിയമപ്രകാരം 1.5 കൂടുതലുള്ളത് നിയമപ്രകാരം തെറ്റാണ്. 1.5 താഴെ ചേർക്കാൻ പോകും. കുറേ കാലം ലാസ്റ്റ് ചെയ്യുമെന്നുള്ളതല്ലല്ലോ. കഴിക്കുമ്പോൾ നമുക്ക് ഹാനികരമാവാത്ത രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 ഗ്രാം ചേർക്കാം. ജാമിൻ്റെ മനസ്സിലായ സിട്രിക് ആസിഡ് ആഡ് ചെയ്യണം. 1 കിലോന് 5 ഗ്രാം ചെയ്യുമ്പോൾ ഇനി മനസ്സിലാവും. പറയണം. 1.5 കിലോ എന്നാണ് എല്ലാത്തിനും റേഷ്യോ പറയുന്നത്. സ്റ്റാഷ് നമ്മൾ ഓൾറെഡി പൾപ്പാക്കി വെച്ചിട്ടുണ്ട്. മാംഗോ പൾപ്പാക്കി കൊണ്ടുവന്നിട്ട് അതിന് 1 കിലോ മെഷർ ചെയ്യുക. 1.5 കിലോ പഞ്ചസാര എടുത്തിട്ട് സിറപ്പാക്കുക. സിറപ്പാക്കിയിട്ട് സിറപ്പ് ചൂടാകുമ്പോൾ 1 കിലോ പൾപ്പാക്കി ചേർക്കും. അത്രയേ ഉള്ളൂ സ്റ്റാഷ്. സിട്രിക് ആസിഡ് പഞ്ചസാര ചേർക്കാം. 1 കിലോന് 5 ഗ്രാം.
തിരിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചധികം പഞ്ചസാര അതിൻ്റെ ടെക്സ്റ്റർ തന്നെ അങ്ങനെ വരാണ്ടിരിക്കാൻ നമുക്ക് ചേർക്കാം. നമ്മളിപ്പോൾ ഭക്ഷണമൊന്നും വേണ്ട, അല്ലാത്ത ഒരു ഗ്രാം താഴെ നമുക്ക് ചേർക്കാം. മാങ്ങ ചക്കയൊന്നും സീസണലി അവൈലബിൾ ആവുന്ന ഫുഡായതുകൊണ്ട് അതിൻ്റെയൊക്കെ നമുക്ക് ചേർക്കാം. അതായത് ഓഫ് സീസണാകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. അതായത് മുന്തിരി അങ്ങനത്തെ നമുക്ക് എപ്പോഴും കിട്ടണതാണ്. പിന്നെ പിക്കിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടിയൻചക്കയുടെ അച്ചാറാണ് പറഞ്ഞേക്കാം. അതിനനുസരിച്ച് ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് എണ്ണയിൽ നമ്മൾ വഴറ്റിയിട്ടാണ്. ശേഷം നമ്മൾ സാധാരണ അച്ചാറിനോടെ കടുക് പൊട്ടിച്ച് ഉരുവക്കായും അതൊക്കെ ചേർത്ത് അച്ചാറ്. അതിന് നമ്മൾ തേങ്ങ ചേർക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം 1 ഗ്രാം താഴെ ചക്കയുടെ ചെറിയ അവിടെ വെച്ച് വേണമെങ്കിൽ ഈ